നമസ്കാരം ഗൈസ്. ഇന്ന് വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അമ്മയും അച്ഛനൊക്കെ കുറച്ച് ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പോയേക്കാണ്. അപ്പോൾ ഞാൻ പോകേണ്ടതായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിൽ വേറെ കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ട് അവർ പോയി. അപ്പം കാലത്ത് വീട്ടു ജോലിയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അപ്ഡേറ്റ് തരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഗൈസ്, എല്ലാവരും ചില്ലായിട്ട് കൂളായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഹെൽത്തി ആയിട്ട് സമാധാനത്തോടെ ഇരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അപ്ഡേറ്റ്സിലോട്ട് പോവാം. രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, നമുക്ക് മെയിൻ വിഷയം തന്നെ ലൈക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലത്തെ പ്രൊമോയിലൊക്കെ ഗബ്രിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജാസ്മിനെയാണ് നമ്മൾ കണ്ടതല്ലേ. അപ്പം പല ആൾക്കാരും മാറിയെന്ന് പറഞ്ഞെങ്കിലും ഫാമിലി വീക്കിലുണ്ടായിരുന്ന ജാസ്മിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ളതും. ഓരോരുത്തർ വരുമ്പോഴും ഷീ ഈസ് എക്സൈറ്റഡ്. നമുക്ക് തന്നെ തോന്നുന്നത് ദൈവമേ ഈ കൊച്ചിന് അറ്റാക്ക് ഒന്ന് ചത്തുപോവോ, അത്രയും പ്രഷറിലാണ് ആ കൊച്ച് നിൽക്കുന്നത്. ഒരു കാണാനുള്ള ഒരു മൊമെൻറ്റിൽ വെമ്പി നിൽക്കാന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മുടെ ജാൻമണി കയറി, യമുന റാണി കയറി, പൂജ മിക്കി മൗസായിട്ട് കയറി, ആൻഡ് ശ്രീരേഖയും കയറി. ഇനിയും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും. ഇനി വളരെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഫിനാലയിലേക്ക്. അപ്പം ഇന്നത്തെ ഒരു കോൺവെർസേഷൻ നമ്മുടെ യമുന റാണിക്ക് പുറത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ആൻഡ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത്ര ഇത്ര എക്സൈറ്റഡ് ആവുന്നത്, ജസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് പുറത്തും ആ ഒരു ലൈഫും ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ ഇത്ര എക്സൈറ്റഡ് ആവുന്നത് എന്തിനാണ്, വരുമ്പോൾ വരട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഋഷി അവിടെ നിന്ന് കളിയാക്കി പറയുന്നുണ്ട് അവർ ട്രൂ ലവ് ആണെന്ന്. അതേപോലെ ജിൻഡോയും പറയുന്നുണ്ട് ഇല്ല, അവർ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ല, അതൊക്കെ മേലെയാണ്, അത് പുറത്തിറങ്ങിയിട്ട് അവരെന്താ ഡിസൈഡ് ചെയ്തിട്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഏകദേശം മനസ്സിലായി എന്താണ് അവരുടെ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ ടു ഗബ്രി എന്നുള്ളത്. ഗബ്രി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, കയറുമ്പോൾ എന്തായിരിക്കും അവസ്ഥ, കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്തായാലും ജിൻഡോ പറഞ്ഞത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പുറത്തിറങ്ങിയിട്ട് ലെറ്റ് ദം ഡിസൈഡ് വാട്ട് ദേ ഗോണ ഡു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാം.